നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഇടങ്ങളിൽ ഒന്നാണ് മാങ്ങപ്പാറക്കുടി. കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ മുറിച്ചു കടക്കണം. മഴക്കാലത്ത് പുഴയുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ പുഴയിറങ്ങി കടന്നുള്ള യാത്ര സാധ്യമല്ലാതായി തീർന്നു. ഇതോടെ കുടിയിലേക്കുള്ള വാഹന ഗതാഗതവും നിലച്ചു. ഞങ്ങൾക്ക് പാലം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യവും നടത്താൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങൾ കാരണന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് അത് ഞങ്ങൾ ബാക്കിയുള്ള ആളുകൾ കെട്ടിച്ച് നോക്കാറ്. അതാണ് അതിൻ്റെ ഈ വിദ്യാഭ്യാസങ്ങൾ വരുന്നത്. മാങ്ങപ്പാറയ്ക്ക് വണ്ടിക്ക് കയറി പോകത്തുമില്ല. ഈ വെള്ളം കുറയാണ്ട് ഇങ്ങോട്ടും കയറി പോകും. പാലം നിർമ്മിക്കണമെന്ന ആവശ്യമുയരുന്ന പുഴയ്ക്ക് കുറുകെ കാൽനടയാത്ര മാത്രം സാധ്യമാകുന്ന ഒരു നടപ്പാലമുണ്ട്. ഇതിലൂടെയാണിപ്പോൾ മാങ്ങാപ്പാറക്കുടി നിവാസികൾ പുറം ലോകത്തേക്കെത്തുന്നത്. പുഴ കടന്ന് കുടിയിലേക്ക് വാഹനങ്ങൾ എത്താതായതോടെ വലിയ പ്രതിസന്ധി കുടുംബങ്ങൾ നേരിടുന്നുണ്ട്. അരി ഉൾപ്പെടെ വീട്ടു സാധനങ്ങൾ തലചുമടായി വേണം ഇവർ വീടുകളിലെത്തിക്കാൻ. ആരെങ്കിലും രോഗാവസ്ഥ മൂലം അവശരായാൽ വാഹനമെത്തുന്നിടത്തേക്ക് രോഗിയെ എത്തിക്കണമെങ്കിൽ ചുമക്കണം. വാഹനമെത്താതായതോടെ കുടിയിൽ നിന്നും കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്രയും ദുസ്സഹമായി. ഒരു പിള്ളേർ പോലും ഇപ്പോൾ പഠിക്കാൻ വരുന്നില്ല. മാങ്ങാപ്പാറയിലെ കുടിയിലുള്ള പിള്ളേരും മൊത്തം നിൽക്കുക. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പുറത്തുനിന്ന് പഠിപ്പിക്കുന്നുണ്ട്. കുഞ്ഞു പിള്ളേർ മൊത്തം കുടിയിൽ തന്നെ. ഈ പാലത്തിൻ്റെ ഒറ്റ കാര്യമാണ്. വേനൽക്കാലത്ത് വാഹനങ്ങളും ആളുകളും ഒക്കെ പുഴയിലൂടെ അക്കരെ സഞ്ചരിക്കുമെങ്കിലും മഴക്കാലത്ത് ഈ പുഴ ഭയാനകമായ രീതിയിൽ ഒഴുക്ക് കൈവരിക്കും. ആനക്കുളത്തെത്തിയാണ് കുടിനിവാസികളുടെ പുറം ലോകത്തേക്കെത്തിയുള്ള യാത്ര. ആനക്കുളത്ത് നിന്നും പരിമിതമായ യാത്രാ സൗകര്യമേ മാങ്ങാപ്പാറയിലേക്കുള്ളൂ. പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിന്റെ ദുരിതം കാലങ്ങളായി ആദിവാസി കുടുംബങ്ങൾ അനുഭവിക്കുന്നു. മഴക്കാലത്തെ തങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ പുഴയ്ക്ക് കുറുകെ വാഹനം കയറും വിധം പാലം നിർമ്മിക്കണമെന്ന ആവശ്യമാണ് കുടിനിവാസികൾ ആവർത്തിക്കുന്നത്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.